അങ്ങനെ ദേ തിരുവോണവും വന്നെത്തി. എല്ലാവർക്കും ഓണാശംസകൾ. ഈ ഓണത്തിനൊരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മുടെ 100ാമത്തെ എപ്പിസോഡും ഓണ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരു രാഷ്ട്രീയ കഥ, ഒരു രാഷ്ട്രീയ ഓണക്കഥ. 1967 EMS ഭരണകാലമാണ് സമയം. അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന കാലം. നമുക്കറിയാം, വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്നാണ്. അങ്ങനെ ഒരു സമരകാലത്ത് അന്നത്തെ ഭക്ഷ്യമന്ത്രിയായിരുന്ന MN ഗോവിന്ദൻ നായർ വിദ്യാർത്ഥികളോട് പറഞ്ഞു, വിദ്യാർത്ഥികൾ തെരുവിൽ കല്ലെറിയുകയല്ല, പാടത്ത് വിത്തെറിയുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അന്നത്തെ KSUവിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിയുടെ വെല്ലുവിളി അങ്ങ് ഏറ്റെടുത്തു. എന്നിട്ട് MN ഗോവിന്ദൻ നായർക്ക് ഒരു കത്തെഴുതി, ഞങ്ങൾ ഒരു പുതിയ പരിപാടി ഉണ്ടാക്കുന്നു, സർക്കാർ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട്. ഒട്ടും വൈകിയില്ല, MN ഗോവിന്ദൻ നായർ പിറ്റേ ദിവസം തന്നെ വിദ്യാർത്ഥികളുടെ യോഗം വിളിച്ചു. അങ്ങനെ ഉമ്മൻചാണ്ടി പുതിയ പരിപാടി അവതരിപ്പിച്ചു, ഓണത്തിന് ഒരു പറ നെല്ല്. സംഭവിച്ചിട്ടുള്ളായിരുന്നു, എല്ലാ കുട്ടികളും സ്കൂളിലും വീട്ടു പരിസരത്തും നെൽകൃഷി ചെയ്യുക. അങ്ങനെ ഉമ്മൻചാണ്ടി ഈ പരിപാടി വിദ്യാർത്ഥികളുടെ മീറ്റിങ്ങിൽ മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. മന്ത്രി അതിന് സമ്മതം മൂളി. ഉമ്മൻചാണ്ടി ഒറ്റ ഡിമാൻഡേ വെച്ചുള്ളൂ, ഇതിനുള്ള നെൽവിത്ത് സർക്കാർ നൽകണം. MN ഗോവിന്ദൻ നായർ അതും സമ്മതിച്ചു. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി പോയി അന്നത്തെ അവരുടെ നേതാക്കളായിരുന്ന AK ആൻ്റണിയെയും വയലാർ രവിയെയും MA ജോണിനെയൊക്കെ കണ്ടു. അപ്പോൾ അവർ മറ്റൊരു ഉപദേശം കൂടെ നൽകി, നമുക്കൊന്ന് MKK നായരെ പോയി കാണാം. അന്ന് ഫാക്റ്റിൻ്റെ MD ആണ്. അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കൃഷി പരിപാടിക്കുള്ള വളം ഞാൻ നൽകാം. അങ്ങനെ കേരളത്തിലെങ്ങുമുള്ള സ്കൂളുകളിൽ ഇത് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഒരു വലിയ ദൗത്യം. അത് KSUക്കാർ ഏറ്റെടുത്തു. 1 ലക്ഷം സ്ഥലങ്ങളിൽ സ്കൂളുകളിലും വിദ്യാർത്ഥികളുടെ വീടുകളിലുമായി കൃഷി ചെയ്യാനായിട്ട് പരിപാടിയിട്ടു. കൃഷി തുടങ്ങി. കൃത്യമായി ഓണത്തിന് അത് കൊയ്യാവുന്ന രീതിയിലായിരുന്നു കൃഷി. ഓണത്തിന് ഒരു പറ നെല്ല് എന്ന് പേര് വരാനും അതായിരുന്നു കാരണം. അങ്ങനെ ഓണത്തിന് കൊയ്ത്തുത്സവം നടന്നു. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് കുന്നംകുളത്തുള്ള ഒരു പാടത്ത് വെച്ചായിരുന്നു. അതിന് നമ്മുടെ ഇന്നത്തെ പോലെ അതാത് പാർട്ടി നേതാക്കളല്ല വന്നത്. അതിനും വന്നത് എതിർ പാർട്ടിയുടെ നേതാവായിരുന്ന MN ഗോവിന്ദൻ നായർ തന്നെയാണ് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിച്ചത്. ആ ഓണത്തിന് വിദ്യാർത്ഥികളെല്ലാം അവർ തന്നെ വിതച്ച് അവർ തന്നെ കൊയ്ത നെല്ലുകൊണ്ട് ഓണമുണ്ട്. ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് ആലോചിക്കാനേ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്നത് കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾക്ക് മാറാനാകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഓണത്തിന് ഒരു പറ നെല്ല് എന്ന പദ്ധതി ഉണ്ടായത്.